മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് ശ്രുതിനി. നടൻ സിദ്ദിഖിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും നോട്ടീസ് അയച്ചു നൽകി. ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും പതിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റിനു ശ്രീധറും അഞ്ജലി ശ്രീജിതാരാജുമുണ്ട് വിശദാംശങ്ങളുമായി. നടൻ സിദ്ദിഖിനായുള്ള അന്വേഷണം ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിക്കുന്നു എന്നുള്ളൊരു സൂചന ലഭിക്കുമ്പോൾ റിനു, ഇപ്പോൾ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. പോലീസ് ഏതായാലും സിദ്ദിഖിനായി വളരെ വിപുലമായി തന്നെ വലവിരിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഇന്നിപ്പോൾ ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിലുണ്ട്. സിദ്ദിഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് ഹാജരാകുക. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ശ്യാം ദേവരാജിലേക്ക് ആദ്യം പോകാം. ശ്യാം, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് എത്തുന്നു. ഒപ്പം തടസ്സ ഹർജിയുമായി സർക്കാരും ഒപ്പം അതിജീവിതയും ഉണ്ട്. വിവരങ്ങൾ എങ്ങനെ? രാവിലെ 10:30 സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ മെൻഷൻ ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ മെൻഷൻ ചെയ്താൽ ഈ അപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ നാളെ അനുയോജ്യമായ ബെഞ്ചിന് മുന്നിൽ നാളെ പരിഗണിക്കാനാണ് സാധ്യതയും. അതാണ് ഈ സിദ്ദീഖിന്റെ അഭിഭാഷകർ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നേരത്തെ കേരള ഹൈക്കോടതി നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ തള്ളിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും സിദ്ദീഖ് ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സിദ്ദീഖ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയത്. അതാണ് ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് ഉന്നയിക്കാനിരിക്കുന്നത്. ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കോടതിയുടെ മുന്നിൽ പരിഗണനാ പട്ടികകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് കോടതിയുടെ മുന്നിൽ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. സിദ്ദീഖിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അല്ലെങ്കിൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോത്തഗിയുടെ ഓഫീസാണ്. മുകുൾ റോത്തഗിയാണ് ഈ കേസിൽ ഹാജരാകുന്നത്. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് മുകുൾ റോത്തഗി. നേരത്തെ ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അവർ രണ്ടുപേരും ആവശ്യപ്പെട്ടത് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നാൽ അതിൽ ഞങ്ങളുടെ ഭാഗം കേൾക്കാതെ, സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെയും ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന ആവശ്യമാണ് രണ്ടുപേരും ഉന്നയിച്ചത്. രണ്ടുപേർക്ക് വേണ്ടിയും മുതിർന്ന അഭിഭാഷകരാണ് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതും പ്രത്യേകിച്ചും അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് വനിതാ അഭിഭാഷക വൃന്ദ ഗ്രോവർ, മുതിർന്ന അഭിഭാഷകയാണ്. സുപ്രീം കോടതിയിലെ തന്നെ വൃന്ദ ഗ്രോവറാണ് ഹാജരാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദിര ജയ്സിംഗ് ഹാജരായേക്കും. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന മുൻ സോളിസിറ്റർ ജനറൽ കൂടിയായ രഞ്ജിത് കുമാറാണ്. എന്തായാലും സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെയും നിലപാട്. ഈ കേരള ഹൈക്കോടതി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഒരു വിധി പറയുമ്പോൾ ആ വിധിന്യായത്തിൽ ശക്തമായ വിമർശനങ്ങൾ ഉൾപ്പെടെ സിദ്ദീഖിനെതിരെ ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളൊക്കെ അനാവശ്യമാണ്, അനുചിതമാണ്. ഒപ്പം തന്റെ ഭാഗങ്ങൾ കൃത്യമായി പരിഗണിക്കാതെയാണ് ഇത്തരമൊരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചതെന്നടക്കമുള്ള വിമർശനങ്ങളാണ് അല്ലെങ്കിൽ അത്തരമൊരു വാദങ്ങളാണ് സിദ്ദീഖ് തന്റെ ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിലായിരിക്കും ഇത് ഉന്നയിക്കുക. പക്ഷേ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഏത് ബെഞ്ചിന് മുന്നിലാണ് ഈ ഹർജി ലിസ്റ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കും. അത് നാളെ തന്നെ ലിസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അത്തരമൊരു ആവശ്യമായിരിക്കും സിദ്ദീഖിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. ശ്യാം, സിദ്ദിഖിനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. സിദ്ദിഖ് ഒളിവിൽ തുടരുകയാണ്. സിദ്ദിഖിനായി സർക്കുലർ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കമുള്ള തെരച്ചിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ അത് സിദ്ദിഖ് അതായത് സിദ്ദിഖ് ഈ ഒളിവിൽ തുടരുന്നത് ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ളൊരു വിധി അത് പ്രതീക്ഷിച്ച് തന്നെയാവില്ലേ? ഒപ്പം തന്നെ ഈ ഒരു അതിജീവിതയും ഒപ്പം സർക്കാരും നൽകിയിട്ടുള്ള തടസ്സ ഹർജി ഇതിന്റെ ഒപ്പം തന്നെയാണോ പരിഗണിക്കുക?
ശ്രുതി, എല്ലാ ഹർജികളും, അതായത് ഈ സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഞങ്ങളുടെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നാണ് സംസ്ഥാന സർക്കാരും അതിജീവിതയും ഒരുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അതായത് അത് വ്യത്യസ്തമായ ഹർജികളാണെങ്കിലും ഒരു വിഷയത്തിലുള്ളതാണ്. അതായത് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് മുൻപാണ് സർക്കാരും ഒപ്പം അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിച്ചത്. അത് കവിയറ്റ് എന്ന ഹർജിയാണ്. അങ്ങനെ ഒരു നടപടിക്രമത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹർജിയുടെ ഉദ്ദേശം തന്നെ ഞങ്ങളുടെ ഭാഗം കേൾക്കാതെ ഇങ്ങനെ ഒരു ഹർജി വന്നാൽ, സിദ്ദീഖിന്റെ ഹർജി വന്നാൽ ഞങ്ങളുടെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നതാണ് ഈ ഹർജിയുടെ ഉദ്ദേശം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കുക എന്നാൽ സാധാരണഗതിയിൽ ക്രിമിനൽ കേസുകളിൽ ആദ്യം മുൻകൂർ ജാമ്യാപേക്ഷയുമായി വരികയും അത് നടപടിക്രമങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിനോട് പോലീസിനോടൊക്കെ റിപ്പോർട്ട് തേടുകയാണ് ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെ റിപ്പോർട്ട് തേടി അവരുടെ മറുപടി വരാൻ അല്ലെങ്കിൽ അതിജീവിത ഈ കേസിൽ കക്ഷി ചേരാനൊക്കെ പിന്നെയും സമയമെടുക്കും. അത് പിന്നീട് അടുത്ത തവണ പരിഗണിക്കുമ്പോഴായിരിക്കും അവരുടെ അഭിപ്രായം കോടതിക്ക് മുന്നിലേക്ക് എത്തുക. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അതീവ ഗൗരവതരമായ ഒരു കേസായതിനാൽ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നൽകരുതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ശക്തമായി എതിർക്കുകയാണ് അതിജീവിതയും. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് മുൻപ് തന്നെ സിദ്ദീഖിന്റെ ഈ അതിജീവിതയുടെ അഭിഭാഷകരും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരും ഈ കവിയറ്റ് ഹർജി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെയോ അതിജീവിതയുടെയോ ഭാഗം കേൾക്കാതെ കോടതിക്ക് ഒരു തീരുമാനം എടുക്കാനുമാവില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി ഈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണം എന്നതാണ് നടൻ സിദ്ദീഖിന്റെ ആവശ്യം. മാത്രമല്ല ഹൈക്കോടതി വിധി റദ്ദാക്കണം, തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നത് രണ്ടാമത്തെ ആവശ്യവുമാണ്. ഹൈക്കോടതി വിധിയിൽ ഒരു സ്റ്റേ ഉണ്ടായാൽ സിദ്ദീഖിന്റെ അറസ്റ്റ് തടയപ്പെടും. അത്തരമൊരു നടപടിക്രമം ഉണ്ടാകാതിരിക്കുക എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചും അതിജീവിതയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അത് ആദ്യത്തെ തവണ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന നിമിഷം തന്നെ ഈ രണ്ട് അഭിഭാഷകരും അതിൽ ഹാജരാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയ്ക്കും വേണ്ടിയുള്ള അഭിഭാഷകർ ഹാജരാകുന്നതും ശക്തമായി തന്നെ നടൻ സിദ്ദീഖിന് അറസ്റ്റ് തടയരുത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകരുത് എന്ന വാദം അതത് ഘട്ടങ്ങളിൽ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നത് സിദ്ദീഖിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ നിലപാട് എന്നത് സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിൽ അനിവാര്യമാണ് എന്ന കാര്യമാണ്. അതൊന്നാമത്തേത്. രണ്ടാമത്തേത്, സിദ്ദീഖിന് വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. അത് ലൈംഗിക ക്ഷമത പരിശോധനയാണ് നടത്തേണ്ടത്. മാത്രമല്ല കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അറസ്റ്റ് തന്നെ അനിവാര്യമാണ്, അറസ്റ്റ് തടയാനാകില്ല എന്നടക്കമുള്ള നിലപാടാണ് എടുത്തത്. മാത്രമല്ല ഇതിൽ സിദ്ദീഖിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങളെയെല്ലാം ഹൈക്കോടതി സമ്പൂർണ്ണമായി നിരാകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിരാകരിക്കുന്നതിൽ അതിജീവിതയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് സിദ്ദീഖിന്റെ അഭിഭാഷകനിൽ നിന്നുണ്ടായത്. അങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാമർശങ്ങളിന്മേലാണ് ഹൈക്കോടതി സുവ്യക്തമായ നിലപാടെടുക്കുന്നത്. അങ്ങനെ വ്യക്തിഹത്യ നടത്താനാകില്ല. ഒരാൾ നിരവധിയായ പരാതികൾ നൽകി എന്ന് പറഞ്ഞ് അയാളെ അതൊരു മോശം സ്വഭാവമാണ് എന്ന് വ്യാഖ്യാനിക്കാനാകില്ല. അതിജീവിത ആ ഘട്ടങ്ങളിൽ, അതായത് അവർ അനുഭവിച്ച ആ മാനസികമായ ബുദ്ധിമുട്ട്, മാനസികമായ സമ്മർദ്ദം, ഈ പീഡനം അല്ലെങ്കിൽ ഈ അതിക്രമം ഒക്കെ അവരുടെ ആ അനുഭവത്തെയാണ് പരിഗണിക്കേണ്ടത്, മുൻഗണനയായി നിശ്ചയിക്കേണ്ടത്. മാത്രമല്ല ഇത്തരം കാര്യങ്ങളെ അവരുടെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു വാദവും അംഗീകരിക്കാനാകില്ല എന്ന സുവ്യക്തമായ നിലപാടാണ് കേരള ഹൈക്കോടതി സ്വീകരിച്ചത്. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നത്. സിദ്ദീഖിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് പെട്ടെന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകാൻ ഇടയില്ല. പക്ഷേ നാളെ എന്നത് സിദ്ദീഖിനെ സംബന്ധിച്ച് അത്യന്തം നിർണായകമാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിലാണ് സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ ഉന്നയിക്കുന്നത്. അതേ ഹർജിയിൽ തടസ്സവാദങ്ങളുമായി സംസ്ഥാന സർക്കാരും അതിജീവിതയും അവർക്ക് വേണ്ടിയുള്ള മുതിർന്ന അഭിഭാഷകർ തന്നെ ഹാജരായി വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. ശരി, നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഏതായാലും സുപ്രീം കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ തടസ്സ ഹർജിയുമായി സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്.